ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പുല്ല് വെട്ടാൻ വേണ്ടിയുള്ള ഒരു മെഷീനാണ്. അപ്പോൾ ഇത് DC-യിലാണ് വർക്കാവുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് സൗണ്ട് പൊല്യൂഷനും ഇല്ല, അതുപോലെ തന്നെ എയർ പൊല്യൂഷനും ഇതിനകത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് ഇത് എങ്ങനെ, ഒരു സാധാരണക്കാരന് വീട്ടിലുണ്ടാക്കാവുന്ന സാധനമാണിത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാം വേണ്ടി ആവശ്യമായ സാധനങ്ങൾ ആദ്യം നമ്മൾ ഉണ്ടാക്കേണ്ടത് ഇതിൻ്റെ ഈ ഫ്രെയിമാണ്. ഈ ഫ്രെയിം നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എനിക്ക് പറ്റാവുന്ന രീതിയിലാണ്, അതായത് എൻ്റെ ബോഡിക്ക് എങ്ങനെ ബാലൻസ് ആകുന്ന രീതിയിലാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതുണ്ടോ, ഈ കൈ എപ്പോഴും ഞാനിവിടെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിലും, അതേപോലെ തന്നെ ഇതിങ്ങനെ ഇവിടെ ഹോൾഡ് ചെയ്ത് നിന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. എന്തെന്ന് വെച്ചാൽ ഇത് ചിലപ്പം ഇങ്ങനെയൊക്കെ പിടിച്ച് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വന്നാൽ നമുക്ക് ഷോൾഡറിനൊക്കെ പെയിൻ വന്നേക്കാം. ഈ ഡിവൈസിന് ഞാനൊരു സേഫ്റ്റി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കീ കൊടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ലോക്ക്. ഇതിങ്ങനെ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ കാണിച്ചാൽ ഈ സ്വിച്ച് ഒന്നും വർക്കാകത്തില്ല. അപ്പം ഇത് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ്, അതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ എടുത്ത് ചിലപ്പോൾ പണിയാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനൊരു സേഫ്റ്റി ഫീച്ചേഴ്സ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് പഴയ ഇലക്ട്രോണിക്സ് ഡിവൈസ്, അതായത് പഴയ ടെലിഫോണിലൊക്കെ കാണും. ഇത് നിങ്ങൾ ടെലിഫോണിന് ഒക്കെ ഉണ്ടെങ്കിൽ, പഴയതുണ്ടെങ്കിൽ ഇങ്ങനെ ഒരെണ്ണം അതിനകത്തുനിന്ന് അയച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾക്ക് വേണ്ടത് ഇത് വണ്ടികളിലൊക്കെ ഉപയോഗിക്കുന്ന സ്വിച്ചാണ് കേട്ടോ. ലെഫ്റ്റ് റൈറ്റ് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചാണ്. ഇത് 50 രൂപയ്ക്ക് അടുത്തേ ഉള്ളൂ. ഇതൊരെണ്ണം വാങ്ങുക. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ മോട്ടറാണുള്ളത്, DC മോട്ടർ. RS775 എന്ന് പറഞ്ഞൊരു മോട്ടറാണ്. ഇതിന് ഏകദേശം 350 രൂപയോളം ചിലവുണ്ട്. ഈ മോട്ടറിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർ അത് വാങ്ങുക. അതേപോലെ തന്നെ ഈ മോട്ടറിനെ ഡ്രൈവ് ചെയ്യിക്കാൻ വേണ്ടി ഇവിടെ ഞാൻ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ മോട്ടർ ഏകദേശം ഒരു 4 ആംസ് പവറൊക്കെ എടുക്കും. അപ്പം നമ്മൾ ചിലപ്പം ഈ സ്വിച്ചിൽ അത് താങ്ങണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു റിലേ ഉപയോഗിച്ചാണ് ഇത് ഡ്രൈവ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾക്കിതിന് പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുകയാണെങ്കിൽ ഇതാണ്. ഈ മോട്ടറിൻ്റെ ഷാഫ്റ്റിൽ നിന്ന് നമ്മൾക്ക് ഈ ബ്ലേഡിനെ കപ്പിൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾക്ക് ഇവിടെ ഒരു ഷാങ്ക് ഉണ്ട്. ഈ ഷാങ്കാണ് ഇത്. നിങ്ങൾക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ മോട്ടറിൻ്റെ ഷാഫ്റ്റിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നതാണ്. അത് റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കിത് വളരെ സിമ്പിളായിട്ട് ആ ഷാഫ്റ്റിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റും. മോട്ടറിൻ്റെ ഷാഫ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇത് 5 mm കേട്ടോ. ഇതിൻ്റെ ഡയമീറ്റർ 5 mm. അപ്പം ഇതിൻ്റെ ഈ ഷാങ്കയിലും ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഇത് 5 mm-ൻ്റെയാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അത് വാങ്ങാവുന്നതാണ് ആവശ്യമുള്ളവർ. ഇത് വാങ്ങി വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ആംഗിൾ ഗ്രൈൻഡറും അതേപോലെ തന്നെ കട്ടറയിലൊക്കെ ഇടുന്ന ഏത് ബ്ലേഡും ഇതിനും സൂട്ടാകും. ഇത് കണ്ടോ, ഇത് ഊരാനുള്ള ടൂളും അതിൻ്റെ കൂടെ തരുന്നുണ്ട്. ഞാൻ ഇതൊന്ന് ഊരിക്കാൻ, ഇതിൻ്റെ 2 ടൂൾ ഇതിൻ്റെ കൂടെ വാങ്ങുമ്പോൾ അത് കിട്ടും. ഈ ടൂൾ ഉപയോഗിച്ച് ഇവിടെ ലോക്ക് ചെയ്ത് പിടിച്ച് നമുക്ക് ഇതുണ്ടോ, വളരെ സിമ്പിളായിട്ട് ഇത് റിമൂവ് ചെയ്തെടുക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ, ഇത് സാധാരണ ഏതെങ്കിലും ഒരു കട്ടറിൻ്റെ ബ്ലേഡ് എടുത്താൽ മതി. അതിനുശേഷം ഇതുണ്ടോ, സാധാരണ ഗ്രാസ് കട്ടർ മെഷീനിലിടുന്ന ഫൈബറിൻ്റെ കേബിളാണത്. ഈ കേബിൾ നിങ്ങൾ MC-യിൽ അതേപോലെ നട്ടും ബോൾട്ടൊക്കെ വെച്ചിട്ട് നല്ല ബലത്തിൽ ഇതിൽ ഫിറ്റ് ചെയ്ത് വെച്ചാൽ മതി. അതിനുശേഷം ഇത് നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് ഇങ്ങനെ ഉപയോഗിക്കാം. അപ്പം നിങ്ങൾ ഈ ഷാങ്ക് നിങ്ങളൊരെണ്ണം മേടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഗ്രാസ് കട്ടർ മാത്രമല്ല, വേറെ എന്ത് കട്ടറും നിങ്ങൾക്ക് DC-യിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ച് ഉണ്ടാക്കാവുന്നതാണ്. അപ്പം ഇത് 50 mm-ൻ്റെ കപ്ലറാണിത്. ഇത് 45 ഡിഗ്രിയുടെ, ഇത് എൻഡ് ഗ്യാപ്പ്. ഇതുണ്ടോ, 2 സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചേക്കുന്നതാണ്. ഞാനിത് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ മൊത്തത്തിൽ വീഡിയോ എടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഐഡിയ മനസ്സിലായില്ലേ, ഇത് ഉണ്ടാക്കേണ്ട ഐഡിയ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പം ഇത് മതി. ഇതിന് വേറെ ടെക്നിക്കൽ സ്കില്ലൊന്നും വേണ്ട. നിങ്ങൾ പൈപ്പ് മേടിക്കുക, ഇതേ രീതിയിൽ കട്ട് ചെയ്തെല്ലാം അസംബിൾ ചെയ്യുക. ഈ ഷാങ്ക് ഇതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിന് അലങ്കി വരും, അതിൻ്റെ കൂടെ തന്നെ ആ അലങ്കിയും കൂടി ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്കിത് ഒന്നും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം നല്ല അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരു പ്രത്യേകിച്ച് എടുക്കുന്നു, നമ്മൾ സാധാരണ പെട്രോൾ എഞ്ചിനുള്ള നമ്മുടെ കാട് വെട്ടുന്ന മെഷീനിലൊക്കെ വർക്കാവുന്ന ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഒന്നും നമ്മൾക്ക് കിട്ടത്തില്ല. ഒരു ആവറേജ് പെർഫോമൻസ്, അതായത് നമ്മൾക്ക് വീട്ടിലുള്ള അത്യാവശ്യമുള്ള കാടൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് വെച്ച് വെട്ടിയെടുക്കാം.
അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഇതിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ച്, ചെറിയ പൈസയേ ഉള്ളൂ, അതേപോലെ തന്നെ പഴയ ബാറ്ററിയൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക.